മലപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അഫെക്സ് കൗൺസിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെറായി യൂണിറ്റും പഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഗ്രാമവിജ്ഞാനോത്സവം 2024 എന്ന പരിപാടി മെയ് 19 ഞായറാഴ്ച നടന്ന മെഗാ ഫൈനലോടെ പൂർത്തീകരിച്ചു. വിവിധ റെസിഡൻസുകളിൽ നിന്നും പ്രാഥമിക മത്സരത്തിൽ വിജയിച്ച് 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവരെയാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അനുമോദന സമ്മേളനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു. അഫെക്സ് പ്രസിഡന്റ് സേവി താണിപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഫെക്സ് സെക്രട്ടറി PK ബാസി സ്വാഗതവും എട്രാക് ജനറൽ സെക്രട്ടറി PK അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ടാതിഥി പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ NA നസീർ സമ്മാന വിതരണം നടത്തി. കൺവീനർ MK ദേവരാജൻ മാസ്റ്റർ ആശംസ അർപ്പിച്ചു. ഗുണപ്രദമായ ഒരു ഫലം കൂടിയാണ് ചക്ക. പല ദൂഷ്യങ്ങളും ഇല്ലാത്ത ചക്കയാണ്. പിന്നെ എന്താ, അതിന് കീടനാശിനികൾ ഉണ്ടാവില്ല അല്ലേ? ചക്കയുടെ മുള്ള് ഒക്കെ പ്രവേശിച്ച് കീടനാശിനിയൊന്നും ചെല്ലില്ല, കീടങ്ങളും ചെല്ലില്ല, കീടനാശിനിയും ചെല്ലില്ല. അപ്പം അത്തരം ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു ചക്കയാണ്, വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചക്ക എന്ന് പറയുന്നത്. അത് പല വിധത്തിലും ചെയ്യാം ഇല്ലേ? ഇടിയൻ ചക്ക എടുക്കും, ഇടിച്ചക്ക എന്ന് പറഞ്ഞില്ലേ? ചെറുപ്രായത്തിൽ അത് എത്ര മാസം മുമ്പ് എടുക്കുന്നത്? ചക്കയ്ക്ക് എന്ത് പ്രായമാകുമ്പോൾ ഇടിച്ചക്ക എടുക്കുന്നത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അമ്മ കൊണ്ടുവരും, ഇടിക്കും അല്ലേ? പുഴുങ്ങും, ഇടിക്കും, കറി വെക്കും. നമ്മൾ പറയും വേണ്ട, ഇത് വേണ്ട എന്ന് പറയും. നമുക്കെന്താ ഇഷ്ടം? നൂഡിൽസ് ആയിരിക്കും ഇഷ്ടം, അതിൻ്റെ മസാല ആയിരിക്കും നമുക്കിഷ്ടം ഇല്ലേ? നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. വീട്ടിലുണ്ടാക്കുന്ന കിഴങ്ങ് പുഴുങ്ങി തിന്നാറുണ്ട്. കപ്പ കിഴങ്ങ് പുഴുങ്ങിയത് 4 മണിക്ക് കഴിഞ്ഞാൽ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ പുരായിക്കൊണ്ടായിരിക്കും തിന്നുന്നത്. പല്ല് എല്ലാവരും അല്ലട്ടാ, ഇഷ്ടപ്പെട്ട് തിന്നുന്നവരാരൊക്കെ ഉണ്ട്? ഇപ്പോൾ നൂഡിൽസ് ഒന്നും കിട്ടിയില്ലേ? അല്ല വേറെ എന്തെങ്കിലും കിട്ടിയില്ലേ എന്ന് ചോദിക്കും അല്ലേ? പെട്ടി പലഹാരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കും. കടകളിൽ നിന്ന് കിട്ടുന്ന ബേക്കറി പലഹാരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കും. ആ ബേക്കറി പലഹാരങ്ങളെ കൂടുതൽ ഗുണപ്രദവും ഫലപ്രദവുമാണ് നമ്മുടെ ഈ നാടൻ പലഹാരം. എല്ലാ കാലത്തും ഉണ്ടാകുന്ന എല്ലാ പലഹാരങ്ങളും തിന്നണം, എല്ലാ ആഹാരങ്ങളും കഴിക്കണം നമ്മൾ. ഉദാഹരണമായിട്ട് ചേമ്പ് കഴിക്കാറുണ്ട്. എന്തൊരു രസകരമായ സാധനം ചേമ്പെന്ന് പറയുന്നത്. ഇപ്പോൾ കടയിൽ വരുന്നുണ്ട് ചേമ്പ്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കരുതലെ വീടുകളിലൊക്കെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ വളർന്നത് ചേമ്പ്. പലതരം ചേമ്പുകളുണ്ടായിരുന്നു അല്ലേ? ചെറിയ നാടൻ ചേമ്പുണ്ടായിരുന്നു, പിന്നെ കണ്ടിച്ചേമ്പുണ്ടായിരുന്നു, മറ്റേ വേറെ പല ഒരുപാട് ചേമ്പുണ്ട്. എട്രാക്കിന്റെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ജില്ലാതല ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ, അദ്ദേഹമാണ് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. പ്രമുഖ കോളമിസ്റ്റും എഴുത്തുകാരനും അതിനേക്കാളുപരി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ശ്രീ നസീർ നമ്മുടെ അപെക്സിന്റെ ഖജാൻജി ശ്രീ AK വേണുഗോപാൽ, നമ്മുടെ ഇതിന്റെ കൺവീനറായിട്ട് ഈ സംയുക്ത സമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ MK ദേവരാജൻ മാസ്റ്റർ, പിന്നെ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ശ്രീമതി റീജ, ശ്രീ ജോഷി, ശ്രീ മുരുകാനന്ദൻ, ഇന്നിവിടെ ഈ പ്രാഥമിക മത്സരത്തിൽ നിന്ന് വിജയിച്ച് ഫൈനൽ മത്സരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, അവരെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ള റെസിഡൻസ് ഭാരവാഹികളെ, പള്ളിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ അഫെക്സ് കൗൺസിൽ 2017 മുതലാണ് ഈ ഗ്രാമവിജ്ഞാനോത്സവം എന്ന ഒരു പരിപാടി ആരംഭിച്ചത്. അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ 1200-ഓളം 900-നും 1200-ഓളം ഇടക്ക് വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ. ഞങ്ങളിത് സമ്മർ വെക്കേഷനാണ് ഈ ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അന്ന് കുറച്ച് സംരക്ഷണ വേദി എന്നും പറഞ്ഞ സംഘടന രൂപമായിരുന്നത്. ആ സംയുക്തമായിട്ടാണ് ഇതിനെപ്പറ്റി ഒരു കൂടിയാലോചന നടത്തിയത്. അതായത് ഇതിൻ്റെ കാലികമായിട്ടുള്ള പ്രസക്തമായിട്ട് സമൂഹത്തിലേക്ക് കുറെ സന്ദേശം നൽകേണ്ട, പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സന്ദേശം നൽകേണ്ട, സാമൂഹ്യത്തിന് സന്ദേശം നൽകേണ്ട കാലികമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ്, ആ വിഷയങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ആ വിഷയങ്ങൾ മുൻനിർത്തി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില ഒരുക്കങ്ങൾ, വർക്ക്ഷോപ്പുകൾ, പരിശീലനങ്ങൾ
ഇതൊക്കെ ഞങ്ങൾ ആ വെക്കേഷൻ കാലത്ത് നടത്തിയിരുന്നു. പ്രാഥമിക 2017 അത് ചിലപ്പോൾ ഒരു റെസിഡൻസ് തലത്തിലും അല്ലെങ്കിൽ 4 റെസിഡൻസ് കൂടി ചേരുന്ന ഒരു ക്ലസ്റ്ററിലും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇതിൻ്റെ ഈ പരിഷത്തിന്റെ പ്രവർത്തകരും നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും ചേർന്ന് വളരെ നന്നായിട്ടുള്ള രീതിയിൽ, അപ്പോൾ ഓരോ ക്ലസ്റ്ററിലും ഒരു 75, 100 അല്ലെങ്കിൽ 20, 50 അങ്ങനെ ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഓരോ വിഭാഗത്തിലും എന്ന് പറഞ്ഞാൽ നമ്മളിത് 4-5 ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പൊ അന്ന് നമ്മുടെ ദേവരായ മാഷ്, നമ്മുടെ ഷൺമൺ സാറ്, പിന്നെ നമ്മുടെ മോഹനം മാഷ്, അങ്ങനെ അതിന്റെ പ്രവർത്തകരെല്ലാവരും ഇത് വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഫസ്റ്റ് ആദ്യത്തെ ഇയറിൽ ഒരു 1200ഓളം കുട്ടികളെ പങ്കെടുക്കാൻ കഴിഞ്ഞ നല്ലൊരു പരിപാടിയായിട്ടാണ്. 2007, 2015 നടത്തി, 2019 നടത്തി, 2020 നടത്തി. പിന്നെ 21, 22, 23 വർഷങ്ങളിൽ നമുക്കറിയാലോ നമ്മുടെ രാജ്യവും ലോകവും കണ്ട മഹാമാരിയുടെയും ഫ്ലഡ് മുതലായിട്ടുള്ള മറ്റേ കോവിഡ് അതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ ഈ വർഷമാണ് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചത്. നല്ലൊരു പ്രതികരണം ആയിരുന്നല്ലോ പ്രാഥമിക ഘട്ടത്തിൽ. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഒന്ന് പുനരാരംഭിച്ചുകൂടാ എന്ന്. അങ്ങനെ ആ പുനരാരംഭ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം തന്നെ 2017 നിന്ന് സമൂഹം തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു തൃഷ്ണ അല്ലെങ്കിൽ ആ ഒരു സമൂഹം ആണ്, സമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചിന്താഗതി ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ മാറുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് ഉടലെടുത്തു വരും. കാരണം ഈ ഗ്രാമജ്ഞാനോത്സവത്തിന്റെ ഭാവി നമ്മൾ വളരെ 1.5 മാസത്തോളം ഏകദേശം 1.5 മാസത്തോളം ഇതിന്റെ പ്രവർത്തകരെല്ലാവരും തന്നെ ഇതിന് പുറകെ നടക്കുന്നു. ആ ഒരു സ്പിരിറ്റിൽ ഈ കാര്യങ്ങൾ റിസൾട്ട് ഭാരവാഹികളും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ളത്. കാരണം ഇന്നിപ്പോൾ ഇവിടെ പള്ളിപ്പുറം പഞ്ചായത്ത് എപെക്സ് കൗൺസിലിന്റെ കീഴിൽ 60ഓളം റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. നമ്മളതിൻ്റെ പ്രവർത്തനവുമായിട്ട് ഞങ്ങളെല്ലാവരും തന്നെ പ്രവർത്തനമായിട്ട് ഫീൽഡിലിറങ്ങി വരുമ്പോൾ ഇന്നത്തെ ഒരു പാർട്ടിസിപ്പേഷൻ ശരിക്കും ഈ ഇവിടെ സജീവമായിട്ടുള്ള ഒരു സംഘടന, അപെക്സ് സംഘടന സജീവം തന്നെയാണ്. പക്ഷേ ഈ കോവിഡിന് ശേഷം പല റെസിഡൻസ് അസോസിയേഷനുകളിലും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു കാരണമല്ല പല കാരണങ്ങൾ കൊണ്ട് പല റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനത്തിൽ കുറെ മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്നും അറിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ആണെങ്കിൽ മുഖ്യ പ്രഭാഷകൻ അജിത് കുമാർ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം 1.5 മണിക്കൂറായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ 1 മണിക്കൂറായി. അപ്പൊ ഇവരെ ഇങ്ങനെ സംസാരിക്കുന്നതോടെ ഇവരെ പിന്നാമ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ വന്ന് വിട്ടുപോയി എന്നുള്ള ചിന്ത. അപ്പൊ ആ ചിന്തയൊന്നും പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ നിർത്തും. ഞാനൊരു ചെറിയ കാര്യം ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു നർമ്മം മാത്രം നർമ്മരസത്തോടെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരറിയോ? ഒന്നുകൂടെ എല്ലാവർക്കും പറയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ പോകും. പെട്ടെന്ന് പറയാം. യെസ്, ഇന്ന് നർമ്മരസം എന്താ പറയുക, ഉമ്മൻചാണ്ടി നർമ്മരസം പറയുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും പോലും ഈ കെ നയനാറെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. 4 വര വരച്ച് കഴിഞ്ഞാൽ എനിക്ക് നയനാറ് അല്ലേ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചിരിക്കുന്നൊരു ഫേസ് വരും. അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് അത്. അദ്ദേഹമാണെങ്കിൽ കുട്ടികളെ ചേർത്ത് നിർത്തുന്ന അതിൽ മുന്നിലിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഈ അടുത്ത നാളുകളിൽ നമ്മുടെ കുട്ടികളെ
മുതിർന്നവരാണ്. PG ഒക്കെ പാസ്സായ മുതിർന്നവരാണ്. കുട്ടികളെന്നൊന്നും പറയാൻ പറ്റില്ല. അവരെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മള് വേറൊന്നും ചോദിക്കാൻ പോയില്ല. വലിയ ഗഹനമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരറിയോ? ഇവിടുത്തെ കണ്ട സ്റ്റേറ്റ് വെരി ഗുഡ്. നിങ്ങൾക്കെങ്കിലും അറിയാലോ. ആ PG പഠിച്ച ആളും ആ ഡിഗ്രി പഠിച്ച ആളും ഒക്കെ പറഞ്ഞ പേര് ഞാൻ പറയാം. പ്രധാനമന്ത്രിയുടെ പേരാ? കുട്ടികൾക്കറിയാം, 100 കൊടുക്കണം. അവര് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നും പ്രധാനമന്ത്രിയോ അത് ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങളെ തൊട്ടറിഞ്ഞ് കണ്ട് പഠിക്കുന്നതാണ് ഒരു പഠനം. കാണാതെ പുസ്തകം വെച്ചിട്ട് കാണാതെ പഠിച്ച് A+ നേടിയാൽ യാന്ത്രികമാണ് എന്ന് ഞാൻ പറയില്ല. A+ നേടിയ കുട്ടികളെല്ലാം അഭിനന്ദനം അർഹിക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാഠഭാഗങ്ങൾ മാത്രമാണ്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ